നമസ്കാരം. ഇന്നത്തെ പത്രവാർത്തകൾ നോക്കാം. 2025 സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 99. 193 രാജ്യങ്ങളുടെ പട്ടികയായിരുന്നു. 2025 നേറ്റോ ഉച്ചകോടി വേദി നെതർലൻഡിലെ ഹേഗിൽ. നേറ്റോയുടെ സെക്രട്ടറി ജനറലാണ് മാർക്ക് റൂട്ടെ. നാസയുടെ ഇന്റർനാഷണൽ എയർ ആൻഡ് സ്പേസ് പ്രോഗ്രാം വിജയകരമായി പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യക്കാരിയാണ് ജാൻവി ദഗട്ടി, ആന്ധ്രാപ്രദേശ്. ഇന്ത്യൻ കൺസർവേഷൻ കോൺഫറൻസ് ICCUN 2025 വേദി ഡെറാഡൂണിലെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. ലഹരി വിമുക്ത ക്യാമ്പസുകൾക്കുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ് ബോധ പൂർണിമ. 2025 ജൂണിൽ അന്തരിച്ച ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് താരമാണ് ദിലീപ് ജോഷി. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ എത്രാമത് വാർഷികമാണ് 2025 നടന്നത്? 113ാമത് വാർഷികം. 2025 ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈൻസായി സ്കൈ ട്രാക്ക് തിരഞ്ഞെടുത്തത് ഖത്തർ എയർലൈൻസ്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല. ആക്സിയോ മിഷൻ 4 ആണ് ദൗത്യം. ലക്നൌവിലെ ഉത്തർപ്രദേശിലാണ് ശുഭാംശു ശുക്ല ജനിച്ചത്. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്ത് യാത്ര ചെയ്യുന്ന ആദ്യ ഇന്ത്യക്കാരൻ. ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് പെഗ്ഗി വിൽസൺ. 2025 ജൂൺ 25 ഇവർ യാത്ര തിരിച്ചത്. ചെക്ക് റിപ്പബ്ലിക്കിലെ ഒസാവയിൽ നടന്ന ഗോൾഡൻ സ്പൈക്ക് അത്ലറ്റിക് മീറ്റിൽ ജാവലിനിൽ സ്വർണം നേടിയത് നീരജ് ചോപ്ര. ദ എമർജൻസി ഡയറീസ് എന്ന പുസ്തകം ആരുടേതാണ്? നരേന്ദ്ര മോദി. ദ എമർജൻസി ഡയറീസ്, നരേന്ദ്ര മോദി.